കൂറുമാറ്റക്കോഴ വിവാദത്തിൽ ആന്റണി രാജു തന്നെയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് തോമസ് കെ തോമസ്. NCPയുടെ അന്വേഷണ കമ്മീഷനോട് സഹകരിക്കാൻ പോലും ആന്റണി രാജു തയ്യാറായില്ല എന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. NCPയുടെ മന്ത്രിസ്ഥാനം വെച്ചുമാറുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് ഗൂഢാലോചന നടന്നത്. ഇതുതന്നെയാണ് തന്റെ സഹോദരനോട് ചെയ്തതെന്നും തോമസ് കെ തോമസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ അയാളോട് വല്ലതും ചോദിച്ചിരുന്നു? അപ്പൊ അവരോട് എന്താ പുള്ളി പറഞ്ഞേ? എനിക്കറിയില്ല. അയാള് സഹകരിച്ചില്ലെന്നാണ് പറഞ്ഞു കേട്ടോ. വിളിച്ചെന്നും സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞാലും. പക്ഷേ അയാള് പറയുന്ന ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനില്ല എന്നാ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥമല്ലോ, ഒരു കാര്യം പറഞ്ഞ നാട്ടുകാരെ മുതലാളിക്ക് ഒന്നും പറയുന്നില്ല, പറയാനില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. എന്താണ് ഇവരുടെ ഗൂഢലക്ഷ്യം? ഏതായാലും മന്ത്രിസ്ഥാനം ഉറച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഇത് ആരോപണം വരുന്നത്, അതിനുമ്പില്ലല്ലോ. അതെ അതെ, അതായത് നിങ്ങളെ തകർക്കുന്ന ഒരു ലക്ഷ്യമായിരുന്നു. ഇത് തന്നെ തോമസ് ചാണ്ടിയോടും ചെയ്തത്. അപ്പൊ അതിന്റെ പിന്നിൽ ആരാന്ന് അറിയട്ടെ. NCPയുടെ അന്വേഷണ കമ്മീഷൻ. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തായാലും ഈ ഒരു കൂറുമാറ്റക്കോഴ വിവാദത്തിൽ പുതിയ ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഈ ഒരു തോമസ് കെ തോമസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ആരോപണം പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ആന്റണി രാജുവിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഈ ഒരു പ്രസ്താവന. ഏത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? സ്വാതി അതുതന്നെയാണ്. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണി രാജുവിനെ വിടാൻ തോമസ് കെ തോമസ് തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂറുമാറ്റ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ആന്റണി രാജുവാണ് തോമസ് കെ തോമസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചിരുന്നത്. 100 കോടി രൂപയുടെ കോഴ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു ആരോപണം. എന്നാൽ ഇപ്പോൾ തോമസ് കെ തോമസ് ആന്റണി രാജുവിനെ പ്രതിരോധത്തിലേക്കാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം NCPയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് തോമസ് കെ തോമസിന് അനുകൂലമാണ്. യാതൊരു വിധത്തിലുള്ള സാഹചര്യ തെളിവുകളും 100 കോടി രൂപയുടെ കോഴമാറ്റ അല്ലെങ്കിൽ കൂറുമാറ്റ കോഴ വിവാദത്തിലില്ല എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു NCP കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനും NCPയുടെ അന്വേഷണ കമ്മീഷൻ സംസ്ഥാന പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് ആന്റണി രാജു തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന പുതിയ പ്രസ്താവനയുമായി തോമസ് കെ തോമസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇടതുമുന്നണിയിലെ 2 മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2 പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ആന്റണി രാജുവിനെ വിടാൻ താൻ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തോമസ് കെ തോമസ്. തനിക്ക് മന്ത്രിപദം ലഭിക്കുമെന്ന് കണ്ടപ്പോൾ അത് അട്ടിമറിക്കാൻ ആന്റണി രാജു നടത്തിയ ഗൂഢാലോചനയാണ്. അതിന് പിന്നിൽ പാർട്ടിയിലെ ചിലരുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് തോമസ് കെ തോമസ് നടത്തുന്നത്. മാത്രമല്ല തൻ്റെ സഹോദരനോടും ഇത്തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആന്റണി രാജു സത്യം പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ അതുവരെ പോരാട്ടവുമായി സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാടാണ് തോമസ് കെ തോമസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാതി.